മാച്ചിങ് ഓഫ് ഗ്രാഫ് എന്ന് പറയുമ്പം ഇപ്പം ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഈ ഗ്രാഫിൽ കുറേ എഡ്ജസ് ഉണ്ടല്ലേ, ഈ എഡ്ജുകളിൽ നിന്ന് ഞാനൊരു സബ്സെറ്റ് എടുക്കുക. അതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് ആ എഡ്ജുകൾ ഒരിക്കലും അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ആവരുത്. ഇപ്പം ഞാൻ എം എന്ന് പറയുന്ന സബ്സെറ്റ്, നമ്മുടെ മാച്ചിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം ആണ്. അപ്പോൾ എം എന്ന് പറയുന്ന സബ്സെറ്റിൽ ഞാനിപ്പോൾ E5ഉം E2 എടുക്കുക. അപ്പോൾ E5ഉം E2ഉം ഇതിലെടുത്തു. ഈ എഡ്ജിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ അഡ്ജസൻ്റ് അല്ല. അങ്ങനെ അഡ്ജസൻ്റ് അല്ലാത്ത രണ്ട് എഡ്ജുകളെ, രണ്ടിൽ കൂടുതലോ എഡ്ജ് ആവാം, അവരെ നമ്മളൊരു സെറ്റിൽ ഇങ്ങനെ എഴുതത്തില്ലേ, അതിനെയാണ് മാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് E5ഉം E4ഉം എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ? E5ഉം E4ഉം അഡ്ജസൻ്റാണ്. E5 E2 പറ്റും. വേറൊരെണ്ണം നോക്കിക്കേ, E1ഉം E4ഉം ഞാൻ എടുക്കുക. M = E1 E4, അത് പറ്റും. എന്തുകൊണ്ടാണ്? അവർ അഡ്ജസൻ്റ് അല്ല. E1 ഇവിടെ കിടക്കുന്നില്ല, E4 ഇവിടെ കിടക്കുന്നത്, എന്തായാലും അവർ അഡ്ജസൻ്റ് ആവില്ലല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എടുക്കാം. ഇനി നോക്കിക്കേ, മാക്സിമൽ മാച്ചിങ്. മാക്സിമൽ മാച്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു എഡ്ജ് സെറ്റ് എടുക്കുക. ഇപ്പം E5 എന്ന് പറയുന്ന എഡ്ജ് സെറ്റ് എടുത്തു. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്ത് എനിക്കിനി വേറൊരു എഡ്ജിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നോക്കിക്കേ, ഇപ്പം ഞാൻ E5 എടുത്തു. E5ഉമായിട്ട് ഈ E1ഉം E2ഉം E3ഉം E4ഉം എല്ലാം അഡ്ജസൻ്റ് അല്ലേ. അങ്ങനെ എനിക്ക് വേറൊരു എഡ്ജിനെ ഇതിലേക്ക് ഇനി ആഡ് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ മാക്സിമൽ മാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വേറൊരെണ്ണം എടുക്കുക. M = E1ഉം E3ഉം എടുത്തു. E1 E3 എടുക്കുമ്പോൾ ഇതിലേക്ക് ഇനി എനിക്ക് E4നെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ? E4 E1 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, E3 ആയിട്ടും അഡ്ജസൻ്റാണ്. E5 എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇനി E5 ഉണ്ടോ? E3 ആയിട്ടും E1 ആയിട്ടും അഡ്ജസൻ്റ് അല്ലേ. പിന്നെ E2 അതെടുക്കുമ്പോഴും E1 ആയിട്ടും E3 ആയിട്ടും അഡ്ജസൻ്റ് ആണ്. അപ്പം M = E1 E3. ഇതിലേക്ക് എനിക്ക് വേറൊരു എഡ്ജിനെ പുതുതായിട്ട് ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ആഡ് ചെയ്താൽ തന്നെ എന്ത് സംഭവിക്കും? അവിടെ ഒരു അഡ്ജസൻസി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമൽ മാച്ചിങ്. ഇനി അടുത്തൊരു ടേം നോക്കിക്കേ, ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ്. ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ് എന്ന് പറയുമ്പോൾ ഈ മാച്ചിങ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ കണ്ടോ എത്ര എഡ്ജ് ഉണ്ട്? ഒരു എഡ്ജേ വന്നിട്ടുള്ളൂ. ഈ മാച്ചിങ്ങിൽ 2 എഡ്ജ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാച്ചിങ്സ് അതിൽ കിട്ടത്തില്ലേ? ആ മാച്ചിങ്സിൽ ഏത് സെറ്റിൻ്റെ അകത്താണോ ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത് അതായിരിക്കും അവിടുത്തെ ലാർജസ്റ്റ് മാച്ചിങ്. ഇതിപ്പോൾ എൻ്റെ M1 ആണ്, M2 ആണ്. അപ്പോൾ ഇത് രണ്ടും എടുക്കുമ്പം ഇതിൽ ലാർജസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് ആരാണ്? M2 ആണ്. എ ഗ്രാഫ് മേ ഹാവ് മെനി ഡിഫറെൻറ്റ് മാക്സിമൽ മാച്ചിങ് ഓഫ് ഡിഫറെൻറ്റ് സൈസുള്ള മാച്ചിങ് ആയിരിക്കും. ചിലപ്പോൾ ഒരു എഡ്ജുള്ള ആവാം, 2 എഡ്ജുള്ള ആവാം, 3 എഡ്ജുള്ള ആവാം. അതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് ഏത് മാച്ചിങ്ങിലാണോ ഉള്ളത് അതായിരിക്കും ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ്. അടുത്ത നോക്കിക്കേ, മാച്ചിങ് നമ്പർ. മാച്ചിങ് നമ്പർ എന്ന് പറയുമ്പം ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ് ആർക്കാണോ ഉള്ളത് അതിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതായിരിക്കും അവിടുത്തെ മാച്ചിങ് നമ്പർ. ഇപ്പം ഈ ഒരു ഗ്രാഫിൽ ഇതാണ് ലാർജസ്റ്റ് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് നമ്പർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. കാരണം ഇതിൽ 2 എഡ്ജല്ലേ ഉള്ളൂ. സപ്പോസ് ഇതൊരു ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയും? 1 പറയും. കാരണം ഒരു എഡ്ജല്ലേ ഇതിലുള്ളൂ. ഇനി നോക്കിക്കേ, സാച്ചുറേറ്റഡ് വെർട്ടെക്സ്. സാച്ചുറേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ഗ്രാഫ് എടുക്കാം. ഈ ഒരു ഗ്രാഫ് എടുത്തേ. ഇതെൻ്റെ V1 V2 V3 V4 അല്ലേ. ഇനി എൻ്റെ എഡ്ജസ് E1 E2 E3 E4 E5. സാച്ചുറേറ്റഡ് വെർട്ടെക്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം എൻ്റെ മാച്ചിങ് എടുക്കുക. മാച്ചിങ് എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എടുക്കരുത്. ഇവിടുത്തെ സാച്ചുറേറ്റഡ് വെർട്ടെക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് E1 എടുത്തു, ഇവിടുന്ന് E3 എടുത്തു, E1 എടുത്തു, E3 എടുത്തു. ഇപ്പോൾ ഇതെൻ്റെ ഒരു മാച്ചിങ് ആണ്. അപ്പോൾ ഈ മാച്ചിങ്ങിൽ ഈ E1 എന്ന് പറയുന്ന എഡ്ജുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത് ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട്? V1ഉം V2 ഉണ്ടല്ലേ. V1 V2 ഉണ്ട്. E3 എന്ന് പറയുന്ന എഡ്ജുമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട്? V4ഉം V3 ഉണ്ട്. V4 ഉണ്ട്, V3 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സാച്ചുറേറ്റഡ് വെർട്ടെക്സ് ഏതൊക്കെയാണ്? V1 V2 V4 V3 ആയിരിക്കും. നമ്മൾ മാച്ചിങ്ങിൽ ഏതൊക്കെ എഡ്ജസ് ആണോ എടുക്കുന്നത് ആ എഡ്ജസുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട്
ഏതൊക്കെ വെർട്ടക്സ് ഉണ്ടോ ആ വെർട്ടക്സുകളെയാണ് സാച്ചുറേറ്റഡ് വെർട്ടക്സ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് മാച്ചിങ്ങും സെയിം തന്നെയാണ്. ഈ ഗ്രാഫ് ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം വേറൊരു ഗ്രാഫ് എടുക്കും. V1 V2 V3 V4 V5 V6 അല്ലേ. അപ്പോഴേ ഈ ഗ്രാഫിൽ നിന്ന് ഞാനൊരു മാച്ചിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് മാച്ചിങ് ആവണമെങ്കിൽ ഈ എല്ലാ വെർട്ടക്സുകളും ആ സാച്ചുറേറ്റഡ് വെർട്ടക്സിൽ വരണം. A matching M of G is perfect matching if and only if all vertices of G are saturated. ഈ എല്ലാ വെർട്ടക്സും സാച്ചുറേറ്റഡ് ആയാൽ മാത്രമേ അതിനെ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ എഡ്ജസ് ആണ് E1 E2 E3 E4 E5 E6. അപ്പം ഞാനിപ്പം ഇവിടുന്ന് E1 എടുക്കുക. എൻ്റെ മാച്ചിങ്ങിൽ E1 എടുത്തു. ഇനി ഞാൻ E1 എടുക്കുകയാണെങ്കിൽ നോക്കുക, ഈ V1ഉം V2ഉം കിട്ടും. E1ഉമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് V1 V2 അല്ലേ. ഇനി ഞാൻ E4 എടുത്താൽ എനിക്ക് V4ഉം V5ഉം കിട്ടും അല്ലേ. E4 എടുക്കുന്നില്ല, ഞാൻ E3 എടുക്കാം. അപ്പം E3 എടുക്കുകയാണെങ്കിൽ എനിക്ക് V3യും കിട്ടും, അവിടുന്ന് V4ഉം കിട്ടും. V4 അല്ലേ. E3 എഡ്ജ് എടുക്കുമ്പോൾ എനിക്ക് V3യും V4ഉം കിട്ടും. അപ്പോൾ E3 ഞാൻ എടുത്തു. പിന്നെ എനിക്കിനി V5ഉം V6ഉം കിട്ടണം. അതിന് ഞാൻ E5 എടുത്തു. E5 എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? V5ഉം V6ഉം കിട്ടി അല്ലേ. അപ്പോൾ E1 E3 E5 ഈ വെർട്ടക്സ് ഓക്കെ. E1 എടുക്കുമ്പോൾ എനിക്ക് V1 V2 കിട്ടി. E3 എടുക്കുമ്പോഴോ V3 V4 കിട്ടി. E5 എടുത്തപ്പോൾ എനിക്ക് V5 V6 കിട്ടി. ഇതെല്ലാം അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് അല്ലേ. എല്ലാ വെർട്ടക്സും എനിക്ക് കിട്ടി. അങ്ങനെ എല്ലാ വെർട്ടക്സും കിട്ടുവാണെങ്കിൽ ആ വെർട്ടക്സുകളെ എനിക്ക് സാച്ചുറേറ്റഡ് വെർട്ടക്സ് എന്ന് വിളിക്കാം. V1 V2 V3 V4 V5 V6. അപ്പോൾ ഇതെന്താണ്? ഒരു സാച്ചുറേറ്റഡ് വെർട്ടക്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞതാണ്ട് ഇതൊരു സാച്ചുറേറ്റഡ് വെർട്ടക്സ് ആണെന്ന്. നോക്കിക്കേ, സോറി, ഇതൊരു പെർഫെക്റ്റ് മാച്ചിങ് ആണെന്ന്. നമ്മൾ പെർഫെക്റ്റ് മാച്ചിങ്ങിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇവിടെ കണ്ടോ എല്ലാ വെർട്ടക്സും വന്നില്ലേ. അപ്പോൾ ഇതൊരു സാച്ചുറേറ്റഡ് വെർട്ടക്സ് ആണ്. ഈ സാച്ചുറേറ്റഡ് വെർട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണ്. ഇപ്പം ഇവിടെ എന്താണ്? V1 V2 മാത്രമേ വന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ മാച്ചിങ് എടുത്തപ്പോൾ V1 V2 മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ എന്താണിത്? ഇതൊരു സാച്ചുറേറ്റഡ് വെർട്ടക്സ് ആണ്. ഈ 4 വന്നു കഴിഞ്ഞാൽ ഇത് എന്താവും? ഇതൊരു പെർഫെക്റ്റ് മാച്ചിങ് കൂടെ ആവും കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കവറിങ് ഓഫ് ഗ്രാഫ്സ്, എഡ്ജ് കവറിങ്, മിനിമൽ കവറിങ്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ഈ ടേംസ് എല്ലാം കൂടെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടങ്ങ് പറഞ്ഞുതരാം. മിനിമൽ കവറിങ്, എഡ്ജ് കവറിങ്, വെർട്ടക്സ് കവറിങ് എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ടേം നോക്കിക്കേ, എഡ്ജ് കവറിങ്. എഡ്ജ് കവറിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് ഏതൊക്കെ എഡ്ജസ് എടുത്താൽ ഈ എല്ലാ വെർട്ടക്സും കവറാവും. അതായത് എഡ്ജസ് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര എഡ്ജ് എടുക്കുമ്പോഴാണ് ഇതെല്ലാം കിട്ടുന്നതെന്ന് നോക്കണം. അല്ലാതെ വലിയൊരു സെറ്റല്ലേ. ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ E7 E2 E5 അങ്ങനെ കുറച്ച് സെറ്റ് എടുക്കാം. അപ്പം അതിൽ നിന്നൊരു കിട്ടുമല്ലോ, അപ്പോൾ അത് എഡ്ജ് കവറിങ് ആവും. അങ്ങനെയല്ല, മിനിമൽ ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടുന്ന് E1 സെലക്ട് ചെയ്യാം. പിന്നെ കവറിങ്ങിൻ്റെ പ്രത്യേകത, നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാനിവിടെ E1 E1 E2 E7 എടുക്കുക. അപ്പോൾ E1 ഞാൻ എടുക്കുമ്പോൾ ഈ ഒരു വെർട്ടക്സും ഈ ഒരു വെർട്ടക്സും അവിടെ കവറാവും അല്ലേ. പിന്നെ ഞാൻ ആരെ എടുക്കുന്നത്? E2 എടുക്കുമ്പോഴോ, E2 എടുക്കുമ്പം ഈ V5 എനിക്ക് കിട്ടി, പിന്നെ ഈ V2ഉം കിട്ടി അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ ഏതാടാ? E5 അല്ലേ. E5 എടുക്കുമ്പോഴോ എനിക്ക് ഈ V4ഉം കിട്ടി, V3യും കിട്ടി. ഇപ്പോൾ എല്ലാം കിട്ടിയില്ലേ. E1 എടുത്തപ്പോൾ എനിക്ക് ആരൊക്കെ കിട്ടി? V1 കിട്ടി, V2 കിട്ടി. E2 എടുത്തപ്പോഴോ V2 കിട്ടി, V5 കിട്ടി. E5 എടുത്തപ്പം V4ഉം കിട്ടി, V3യും കിട്ടി. അപ്പോൾ എല്ലാ വെർട്ടക്സും ഈ 3 എഡ്ജ് എടുത്തപ്പോൾ എനിക്ക് കവറായല്ലേ. ഇതേ സെയിം എഡ്ജ് തന്നെ എടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള എഡ്ജ് എടുക്കാം. നിങ്ങൾ നോക്കണം, ഒരു എഡ്ജ് എടുത്താൽ എന്തായാലും എനിക്ക് ഇത്രയും വെർട്ടക്സിനെ കവർ ചെയ്യാൻ പറ്റില്ല. 2 എഡ്ജ് എടുത്താലും എനിക്കിതിനെ കവർ ചെയ്യാൻ പറ്റില്ല. മിനിമം ഞാനൊരു 3 എടുത്താലേ എനിക്ക് എല്ലാ വെർട്ടക്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് കവറിങ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇനി ഈ എഡ്ജ് കവറിങ്ങിൽ ഇപ്പോൾ എത്ര എഡ്ജ് വന്നിട്ടുണ്ട്? 3 വന്നിട്ടുണ്ടല്ലേ. അതായിരിക്കും ഇതിൻ്റെ എഡ്ജ് കവറിങ് നമ്പർ. എഡ്ജ് കവറിങ് നമ്പർ. എഡ്ജ് കവറിങ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ മിനിമൽ എഡ്ജ് കവറിങ്. അതിൽ എത്ര എഡ്ജസ് ഉണ്ടോ നോക്കിയാൽ മതി. എത്ര എഡ്ജസ് ഉണ്ട്? 3 എഡ്ജ് ഉണ്ട്. അപ്പോൾ എൻ്റെ എഡ്ജ് കവറിങ് നമ്പർ 3 ആയിരിക്കും. പിന്നെ അടുത്ത ടേം ആയിരുന്നു വെർട്ടക്സ് കവറിങ്. വെർട്ടക്സ് കവറിങ് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര വെർട്ടക്സ് എടുത്താൽ
ഈ എല്ലാ എഡ്ജും കവർ ആവും നോക്കണം. ഇപ്പം ഞാൻ V1 എടുക്കുക. V1 എടുക്കുവാണെങ്കിൽ E1ഉം E7ഉം കവർ ആവും അല്ലേ. അപ്പം ഞാൻ V1നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തു. എൻ്റെ വെർട്ടെക്സ് കവറിനാണ് ഞാൻ VC എന്നൊക്കെ കൊടുക്കുക. നിങ്ങളിങ്ങനെയൊന്നും കൊടുക്കരുത്, വെർട്ടെക്സ് കവറിങ് തന്നെ എഴുതണേ. അപ്പോൾ ഞാൻ V1 എടുത്തു. അപ്പോൾ എൻ്റെ E1ഉം E7ഉം അവിടെ കവറായി. ഞാൻ ഇനി V5 എടുത്തു. V5 എടുക്കുമ്പോൾ നോക്കിയേ, E7 കിട്ടുന്നുണ്ട്, E2 കിട്ടുന്നുണ്ട്, E4 കിട്ടുന്നുണ്ട്, E6 കിട്ടുന്നുണ്ട് അല്ലേ. ഇത്രയും വെർട്ടെക്സ് കിട്ടിയല്ലേ. V5 എടുത്തു. ഇനി എനിക്ക് ആരൊക്കെ കിട്ടാനുണ്ട്? E5 E3യും കൂടെ വേണം. അതിന് ഞാൻ ഈ V3 എടുക്കുക. അപ്പോൾ V3 ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ എഡ്ജും കവർ ആയതല്ലേ. അപ്പം മിനിമം എത്ര വെർട്ടെക്സിൽ എൻ്റെ ഈ എല്ലാ എഡ്ജും കവർ ചെയ്യുന്നുണ്ട് നോക്കാം. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർട്ടെക്സ് കവറിങ് എന്ന് പറയുന്നത്. ഇനി ഈ വെർട്ടെക്സ് കവറിങ്ങിൽ എത്ര വെർട്ടെക്സ് വന്നു അതായിരിക്കും അതിൻ്റെ വെർട്ടെക്സ് കവറിങ് നമ്പർ. ഞാൻ VC തൽക്കാലം കൊടുക്കുന്നതാണ്, എങ്ങനെയൊന്നും എഴുതല്ലേ. അപ്പോൾ വെർട്ടെക്സ് കവറിങ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് കേട്ടോ. മിനിമൽ കവറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് എഡ്ജസ് ഓഫ് എ ഗ്രാഫ് G is said to be minimal edge covering if no proper subset of G is an edge covering of G. പിന്നെ എഡ്ജ് കവറിംഗ് നമ്പറിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലേ. അതായത് മിനിമം എഡ്ജ് കവറിംഗ് ഉള്ള ഗ്രാഫിനെ എടുക്കുക, അതിൽ എത്ര മിനിമം എഡ്ജ് ഉണ്ടെന്ന് നോക്കുക, അതായിരിക്കും അതിൻ്റെ എഡ്ജ് കവറിങ്. പിന്നെ വെർട്ടെക്സ് കവറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര വെർട്ടെക്സ് എടുക്കുമ്പോഴാണോ ഈ എഡ്ജ് കവർ ആവുന്നത് അതായിരിക്കും അവിടുത്തെ വെർട്ടെക്സ് കവറിങ്. പിന്നെ വെർട്ടെക്സ് കവറിംഗ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? മിനിമം കാർഡിനാലിറ്റി ഓഫ് ദ മിനിമൽ വെർട്ടെക്സ് കവറിംഗ്, അതിനെ എനിക്ക് വെർട്ടെക്സ് കവറിംഗ് നമ്പർ എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ, ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പം n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ്, ആ ഗ്രാഫിനെ ലാംഡ അല്ലെങ്കിൽ ഫ്യൂവർ കളേഴ്സ്, ലാംഡയെക്കാട്ടിൽ കുറച്ച് കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയലെയാണ് ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് Pn ലാംഡ സമ്മേഷൻ i is equal to 1 to n Ci into lambda by i. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിൽ നിന്ന് ക്രോമാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിനെ എനിക്ക് കളറിങ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 കളറെങ്കിലും വേണം. കാരണം 2 കളർ വെച്ച് എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം അഡ്ജസൻറ്റ് സെയിം ഒക്കെ വരും. ഇപ്പം ഇവിടെ റെഡ് എടുത്തു, ഇവിടെ ബ്ലൂ എടുത്തു. ഇവിടെ എനിക്ക് റെഡും എടുക്കാൻ പറ്റില്ല, ബ്ലൂ എടുക്കാൻ പറ്റില്ല, കാരണം കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എനിക്ക് 3 കളറെങ്കിലും വേണമല്ലേ. അപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സിന് റെഡ്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ ഈ 3 കളറാണ് എടുക്കുന്നത്. ഈ 3-ൽ ഏത് കളർ വെച്ച് വേണമെങ്കിൽ എനിക്ക് ഇതിന് കൊടുക്കാമല്ലേ. അപ്പോൾ ഇവിടെ 3 പോസിബിലിറ്റി ഉണ്ട് കളർ കൊടുക്കാൻ. ഇവിടെ എത്ര കാണും? ഇപ്പോൾ ഒരു കളർ ഇവിടെ പോയി, ബാക്കി ഈ 2 കളറിൽ ഏതെങ്കിലും അല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 ആണ്. ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ റെഡാണ് കൊടുത്തത്, ഇവിടെ ഞാൻ ബ്ലൂ ആണ് കൊടുത്തത്. പിന്നെ ബാക്കി വരുന്ന ആ ഒറ്റ കളറില്ലേ, അതിനെ എനിക്കിവിടെ എന്തായാലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. ഇവിടെയോ റെഡ് ഇവിടെ വന്നു എന്ന് വെച്ചോ, ബ്ലൂ ഇവിടെ വന്നു, പിന്നെ ബാക്കിയുള്ള ഗ്രീൻ മാത്രമല്ലേ. അപ്പോൾ എന്തായാലും ഒരു പോസിബിലിറ്റി എനിക്കുള്ളല്ലേ. അപ്പോൾ ഇവിടെ 1 വന്നു. പിന്നെ നമ്മുടെ ഇക്വേഷൻ ആണ് എന്ത്? Pn ലാംഡ ഈസ് ഈക്വൽ ടു സമ്മേഷൻ i ഈസ് ഈക്വൽ ടു, ഇവിടെ മൊത്തം 4 വെർട്ടെക്സ് ഉണ്ടല്ലേ. അപ്പോൾ സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to 4 Ci ലാംഡ Ci, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Ci ഇൻറ്റു ലാംഡ ബൈ i എന്നും എഴുതാം അല്ലേ. ഇനി ഈ ഇക്വേഷൻ നോക്കിക്കോ. ഫസ്റ്റ് C1 എന്ന് വെച്ചാൽ കളർ 1 ഇൻറ്റു ലാംഡ ബൈ 1 ഫാക്ടോറിയൽ. അടുത്തത് വരുമ്പോൾ നോക്കിയേ, C2 ഇൻറ്റു ലാംഡ മൈനസ് 1. 2 ഫാക്ടോറിയൽ വന്നപ്പോൾ കണ്ടോ, ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ആണ്. അടുത്ത കളർ 3, ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ ആകുമ്പോൾ കണ്ടോ ലാംഡ മാത്രമേ ഉള്ളൂ. 2 ഫാക്ടോറിയൽ ആകുമ്പോൾ ലാംഡയും ലാംഡ മൈനസ് 1ഉം വന്നു അല്ലേ. 3 ഫാക്ടോറിയൽ ആകുമ്പം ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2, ഈ 3നെ കാട്ടി ഒന്ന് കുറഞ്ഞിട്ടായിരിക്കില്ലേ ഇവിടെ. അപ്പം 4 ഫാക്ടോറിയൽ വരുമ്പോഴോ ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 അല്ലേ. അപ്പോൾ ഇവിടെ 4 വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് 4 ഫാക്ടോറിയൽ വരെ എഴുതണം. ഇപ്പോൾ ഇവിടെ 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അടുത്തത് പോയിന് C5 ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ലാംഡ മൈനസ് 4 ബൈ 5 ഫാക്ടോറിയൽ എന്ന് വന്നേനെ. ഇനി ഇവിടെ നോക്കിക്കേ, എനിക്ക് ഒരിക്കലും ഒരു കളർ വെച്ച് ഈ ഗ്രാഫിനെ എന്തായാലും എനിക്ക് കളർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ C1 0 ആയിരിക്കും. 2 കളർ വെച്ച് എനിക്ക് കളറിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ C2 0 ആയിരിക്കും. 3 കളർ വെച്ച് എനിക്ക് കളർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പോസിബിലിറ്റി ഞാൻ കണ്ടുപിടിച്ചു, 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1 ആണെന്ന്. അത് ഞാൻ ഇവിടെ എഴുതി, C3 ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1. ലാസ്റ്റത്തെ ആണല്ലോ C4, അതിന് പകരം 4 ഫാക്ടോറിയൽ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 5 എണ്ണം ഉണ്ടായിരുന്നെന്ന് വെച്ചപ്പോൾ ഇവിടെ ഒരു C5ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ C4ൻ്റെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ 4 കളേഴ്സ് വെച്ചിട്ട് ഞാൻ
കളർ കൊടുക്കും. ഇപ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീന്, യെല്ലോ. ഇവിടെ 3 ഇവിടെ 4 പോസിബിലിറ്റി ഇവിടെ 3 ഇവിടെ 2 അങ്ങനെ പോസിബിലിറ്റി പറയണം. ഇപ്പോൾ ഇവിടെ 4 ഉള്ളൂ. അതുകൊണ്ട് C4 ഞാൻ 4 ഫാക്ടോറിയൽ കൊടുത്തു. 5 ഉണ്ടായിരുന്നെങ്കിൽ C5 ഞാൻ 5 ഫാക്ടോറിയൽ കൊടുത്തിട്ട് C3 C4 ഇതേപോലെ ഗ്രാഫിൽ കണ്ടുപിടിച്ചേനെ. ഇനി ഞാൻ ആ വാല്യൂസ് കൊടുക്കുക. C1 0 ആണ് ഇൻറ്റു λ/1 ഫാക്ടോറിയൽ. എന്തായാലും അത് 0 ആയി പോകും. C2 0 ആയതുകൊണ്ട് തന്നെ ടേം മൊത്തത്തിൽ 0 ആയി. പിന്നെ C3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ആണ്. 6/3 ഫാക്ടോറിയൽ വരും. ബാക്കി നമ്മുടെ ഇക്വേഷൻ λ ഇൻറ്റു λ -1 ഇൻറ്റു λ -2. ഇനി നമ്മുടെ 4 ഫാക്ടോറിയൽ വരും. ഇവിടെ 4 ഫാക്ടോറിയലിൻ്റെ 4 ഫാക്ടോറിയൽ ഇൻറ്റു λ ഇൻറ്റു λ -1 λ -2/λ -3. ഇനി നോക്കി ഈ 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ, 6 ആണ്. ഈ 6 അങ്ങ് ക്യാൻസൽ ആയി പോകും. 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും പോകും. പിന്നെ ബാക്കി ഇൻഡിക്കേഷൻ നോക്കിയാൽ λ ഇൻറ്റു λ -1 ഇൻറ്റു λ -2. ഇവിടെയും λ ഇൻറ്റു λ -1 ഇൻറ്റു λ -2 ഉണ്ടല്ലേ, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് കോമൺ ആയിട്ട് എഴുതി λ -1 λ -2. ഇനി ബാക്കി ഒരു ടേമേ ഉള്ളൂ λ -3. അപ്പം λ -1 λ -2 പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടേം ഇങ്ങോട്ടേക്ക് അകത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതിന് പകരം ഇത് കോമൺ ആയിട്ട് എടുത്തിട്ട് 1 എന്നും എടുത്തു. അതായത് ഈ ടേമിന് വരെ 1 കൊടുത്തു. പ്ലസ് എന്താണ് λ -3 ആണല്ലേ. അപ്പം ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യണം. -3ഉം 1ഉം കൂടെ -2 ആയി ഇവിടെ. അപ്പം λ -1 λ -2 λ -2. ഈ λ -2 λ -2ഉം കൂടെ ചേർത്തിട്ട് λ -2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ കേട്ടോ. ഇനി ഒരു തിയറം നോക്കേ. ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്രോമാറ്റിക് പോളിനോമിയൽ λ ഇൻറ്റു λ -1 λ -2 അപ് ടു λ -n+1. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം അല്ലേ, Pn ലാംഡയുടെ. നമ്മൾ നേരത്തെ അവിടെ നോക്കിയില്ലേ. അപ്പം ഇവിടെ പറയുന്ന ആരെക്കുറിച്ചാണ്? കംപ്ലീറ്റ് ഗ്രാഫിനെ കുറിച്ചാണ്. ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഈ പ്രൂഫ് വായിക്കാവേ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആകുമ്പോൾ നോക്കിക്കേ, ഇതാണല്ലേ ഒരു കംപ്ലീറ്റ് ഗ്രാഫ്. ഏതൊരു വെർട്ടക്സ് എടുത്താലും ബാക്കിയുള്ള എല്ലാ വെർട്ടക്സുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ലാംഡ കളേഴ്സ് കൊടുക്കാം. ഇപ്പം ഞാൻ കളറിനെ ലാംഡ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. മറ്റേ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നല്ലേ പറയാം. ഇവിടെ ഞാൻ ലാംഡ വെച്ച് പറയുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ ലാംഡ കൊടുത്തു. ലാംഡ എന്ന് പറയുന്ന ഒരു കളർ കൊടുത്താൽ എൻ്റെ കയ്യിൽ ലാംഡ കളേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. അതിലൊരു കളറിനെ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ഞാൻ ഈ ഒരു എഡ്ജിന് കൊടുക്കുവാണെങ്കിൽ എന്തായാലും ഇതിനെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇതല്ലാതെ വേറെ കളർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂ. അതിനെ ഞാൻ λ -1 എന്ന് വിളിച്ചു. ഈ ഒരു വെർട്ടക്സിന് കൊടുക്കാൻ ആണെങ്കിൽ എനിക്ക് ഈ ലാംഡേനെയോ λ -1നെയോ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ λ -1ആയിട്ട് അഡ്ജസ്റ്റൻ്റാണ്, ഈ ലാംഡയായിട്ടും അഡ്ജസ്റ്റൻ്റാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ 2 കളർ പിന്നെ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരു കളറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത് λ -2. ഈ ഒരു വെർട്ടക്സ് എടുത്താലും നോക്കിക്കേ, ലാംഡ കൊടുക്കാൻ പറ്റില്ല, λ -1ഉം കൊടുക്കാൻ പറ്റില്ല, λ -2ഉം കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് λ -3യെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് കണ്ടോ 4 കളറും 4 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്ത് എനിക്കൊരു കംപ്ലീറ്റ് ഗ്രാഫിന് കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ഈ തിയറത്തിൽ പറയുന്നത്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്, അതിൽ n വെർട്ടക്സ് ഉണ്ട്. n വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ലാംഡ കളേഴ്സ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് വേസിൽ ഇതിനെ കളറിങ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വെർട്ടക്സിനെ ഞാൻ ലാംഡ കൊടുത്തു. ഏത് വെർട്ടക്സിന് വേണമെങ്കിൽ ലാംഡ കൊടുക്കുക. ഏതെങ്കിലും ഒരു വെർട്ടക്സ് എടുത്തു, ഞാൻ ലാംഡ കൊടുത്തു. അതാണ് സെലക്ട് വെർട്ടക്സ് ഓഫ് എ ഗ്രാഫ്. ഏതെങ്കിലും ഒരു വെർട്ടക്സ് എടുത്തിട്ട് അതിന് ഞാനൊരു കളർ കൊടുത്തു, ലാംഡ. ഇനി സെക്കൻഡ് വെർട്ടക്സിനെ ഞാൻ λ -1 ബേസിൽ എനിക്ക് കളർ ചെയ്യാം. അതിനെ തേർഡ് വെർട്ടക്സിനെ എനിക്ക് λ -2 ബേസിൽ കളർ ചെയ്യാം. ഫോർത്ത് വെർട്ടക്സിനെ എനിക്ക് λ -3 ബേസിൽ കളർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് വെർട്ടക്സിനെ എനിക്ക് എത്ര ബേസിൽ കളർ ചെയ്യാൻ പറ്റും? λ -n-1 ബേസിൽ എനിക്ക് കളർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കളർ ചെയ്യണമെങ്കിൽ അതെങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കണം? അതായത് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനൊരു കളറിങ് പറ്റത്തുള്ളൂ. അങ്ങനെ ആവണമെങ്കിൽ, അങ്ങനെ എല്ലാവരും അഡ്ജസൻ്റ് ആയിട്ട് വരണമെങ്കിൽ ആ ഒരു ഗ്രാഫ് എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഓൾ ദ വേർട്ടീസസ് ക്യാൻ ബി കളേർഡ് ഇൻ λ ഇൻറ്റു λ -1 ഇൻറ്റു λ -2 ഇൻറ്റു λ -n+1 ബേസിൽ കളർ ചെയ്യാം. ഈ ഇവിടെ n+1 വന്നത് കണ്ട് ഈ λ -n, ഈ മൈനസും കൂടെ ചേർന്നിട്ട് പ്ലസ് ആവും. ആ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ λ -n+1 ബേസിൽ എനിക്കപ്പോൾ ഇതിനെ കളർ ചെയ്യാൻ പറ്റും. അതാണിത്. ദെയർഫോർ Pn λ എന്ന് പറയുന്നത് λ ഇൻറ്റു λ -1 λ -2 അപ് ടു λ -n+1. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5th മൊഡ്യൂള്. പിന്നെ ഗ്രീഡി കളർ അൽഗോരിതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു.
അപ്പോൾ ഗ്രീഡി കളറിങ് അൽഗോരിതം ഒന്നുമില്ല, നിങ്ങൾ നോർമലി കളറിങ് ചെയ്തതുപോലെ ചെയ്താൽ മതി. അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, വെർട്ടെക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക. ഓർഡർ ഓഫ് വെർട്ടെക്സ് വെച്ചാൽ കളറിങ് ചെയ്യാനൊരു ഓർഡർ ചൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ പറയാം, ഞാൻ ആദ്യം ഈ വെർട്ടെക്സിന് കളർ ചെയ്യുന്നു, പിന്നെ ഇവിടെ പോകുന്നു, ഇങ്ങനെ ഇവിടെ പോകുന്നു, അങ്ങനെ ഞാനൊരു ഓർഡർ പറയാം. അത്രയേ ഉള്ളൂ അവിടെ. ചൂസ് ആൻ ഓർഡർ ഫോർ എ വെർട്ടെക്സ്. രണ്ടാമത്തെ എന്താണ്, ചൂസ് ലിസ്റ്റ് ഓഫ് കളേഴ്സ്. ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് കളേഴ്സ് എടുക്കുക. ഏത് ഓർഡറിൽ, ആദ്യം ഞാനിപ്പോൾ റെഡാണ് കളർ ചെയ്യാൻ പോകുന്നത്, അടുത്ത ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്, അടുത്ത ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്, അങ്ങനെ കുറച്ച് ഓർഡർ ഞാൻ ഉണ്ടാക്കി വയ്ക്കാം. ഞാനിപ്പോൾ V1 ആണ് ആദ്യം കളർ കൊടുക്കുന്നത്, പിന്നെ V2 ആണ്, പിന്നെ V3 ആണ്. അതാണ് ഈ ചൂസ് ഓർഡർ ഓഫ് വെർട്ടെക്സ്, പിന്നെ ചൂസ് ലിസ്റ്റ് ഓഫ് കളേഴ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മേക്ക് ഷുവർ ദാറ്റ് അഡ്ജസൻറ്റ് വെർട്ടെക്സിന് സെയിം കളർ വരാൻ പാടില്ല. അഡ്ജസൻറ്റ് വെർട്ടെക്സിന് സെയിം കളർ വരാതെ വേണം ഞാൻ എന്ത് ചെയ്യാൻ, കളറിങ് ചെയ്യാൻ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. എപ്പോൾ വരെ, എല്ലാ വെർട്ടെക്സും കളേർഡ് ആവുന്നത്, ഓൾ വെർട്ടിസസ് ആർ കളേർഡ്, എല്ലാ വെർട്ടെക്സും കളർ ആവുന്നത് വരെ ഞാൻ എന്താണ് ഈ സ്റ്റെപ്പ് ചെയ്യണം. ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഒരു ഓർഡർ കണ്ടുപിടിക്കണം. ആദ്യം ഈ വെർട്ടെക്സിന് ചെയ്യാം, പിന്നെ ഈ വെർട്ടെക്സിന് ചെയ്യാം, പിന്നെ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും കളേഴ്സ് മതി ഇത് ചെയ്യാൻ. എന്നിട്ട് ആദ്യത്തെ വെർട്ടെക്സ് ഞാൻ ഇപ്പോൾ റെഡ് കൊടുത്തെങ്കിൽ അടുത്തതിന് ബ്ലൂ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ നോക്കണം അടുത്ത കളർ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ടോ. അഡ്ജസ്റ്റൻ്റ് വന്നാൽ സെയിം കളർ കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നോക്കിയിട്ട് എല്ലാ വെർട്ടെക്സും കളർ ആവുന്നവരെ ഈ സ്റ്റെപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അതാണ് ഗ്രീഡി അൽഗോരിതം.